എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡേ 11 വാരാഹി മോർണിംഗ് ആൻഡ് ഈവനിങ് പ്രെയറിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് വാരാഹി അമ്മയുടെ ഒരു പുതിയ മന്ത്രമാണ്. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം സൈഡിലത്തെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതുകൂടി ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വരുന്ന ഓരോ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു വീഡിയോ ഓപ്പൺ ചെയ്ത് കാണാനാകും. അതുപോലെ എൻ്റെ ഈ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാത്ത വാച്ച് ചെയ്യുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ ഒരുപാട് നല്ല കമൻറ്റ്സ് വന്നിട്ടുണ്ട്. ലാസ്റ്റത്തെ വീഡിയോസിനകത്ത് ഒത്തിരി കാര്യങ്ങളൊക്കെ നടന്നു കിട്ടിയതായിട്ട് പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു ലേറ്റസ്റ്റ് ആയിട്ടുള്ള അങ്ങനെയുള്ള കമൻറ്റുകളൊന്ന് സ്ക്രീൻഷോട്ട് ആക്കിയിട്ട് ഒരു വീഡിയോ ആക്കാമെന്ന്. അപ്പോൾ ബോധ്യപ്പെടുമല്ലോ. അതായത് കുറേ പേർക്ക് ഡൗട്ട്സ് ഉണ്ട്, ദേവിയുടെ പ്രാർത്ഥന എങ്ങനെയാണ്, അത് ഫലിക്കുമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ആണ് ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്. അത് ഞാൻ ഉറപ്പായിട്ടും ചെയ്യുന്നതാണ് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡേ 1 മുതൽ ഡേ 11 വരെയുള്ള പ്രെയറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റത്തെ വീഡിയോസിനകത്തും ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഞാൻ അയച്ച വീഡിയോ ഡേ 10 വീഡിയോ ഇന്നലെ തന്നെ അയക്കാനിരിക്കുകയായിരുന്നു. അത് പക്ഷേ അപ്ലോഡ് ചെയ്തപ്പോൾ എന്തോ ഒരു എറർ ഇടയ്ക്ക് സംഭവിച്ചു. അപ്പോൾ അത് കാരണമാണ് അതിന്ന് രാവിലെ പോസ്റ്റ് ചെയ്ത പോലെ ആയത്. അത് ശരിക്കും ഇന്നലെ പോസ്റ്റ് ചെയ്തതായിരുന്നു. പക്ഷേ ആരും വിഷമിക്കേണ്ട, എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട്. എല്ലാവരെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോസിന് താഴെയും പേരും ആവശ്യവും നാളും അടങ്ങുന്ന കമൻറ്റ് മറക്കരുത്, അത് ചെയ്യുക. അതുപോലെ വാരാഹി ദേവിയുടെ മന്ത്രം ഉരുവിടുമ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടത് വിശ്വാസമാണ്. വിശ്വാസമില്ലാതെ നമ്മൾ ആ ഒരു മന്ത്രം ചൊല്ലിയിട്ടോ ദേവിയെക്കുറിച്ച് അറിയുക. നമ്മൾ ഉള്ളൊരുകി പ്രാർത്ഥിച്ചാലുണ്ടല്ലോ, ദേവി ഉറപ്പായിട്ട് നമ്മുടെ വിഷമങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് നമുക്ക് നല്ലതേ ഭവിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ദേവിയുടെ മന്ത്രം പ്രോപ്പറായിട്ട് ജപിക്കാൻ ശ്രമിക്കണം കേട്ടോ. അതായത് കുഞ്ഞുങ്ങളായിക്കോട്ടെ, ചെറിയ ചെറിയ മന്ത്രങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിലൊക്കെ പറയാൻ ബുദ്ധിമുട്ടുള്ള മന്ത്രങ്ങൾ അതായത് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്റ്റേക്ക് വരെ വന്നു കഴിഞ്ഞാൽ നമുക്കത് തിരിച്ച് ഇതാവും. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം വേണം ജപിക്കാനുള്ളത്. പേടിക്കാനൊന്നുമില്ല, നമ്മളത് ശ്രദ്ധിച്ച് ജപിക്കുക. 21 അല്ലെങ്കിൽ 108 തവണയാണ് ജപിക്കേണ്ടത്. അപ്പം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന മന്ത്രം 21 തവണയാണ് ജപിക്കേണ്ടത്. എല്ലാവർക്കും കഷ്ടതകളും കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാവും. നമ്മുടെ ലൈഫിൽ നമ്മളെ സൃഷ്ടിച്ച ദൈവം നമുക്കൊരു കർമ്മം തന്നിട്ടുണ്ട്. അത് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ ജന്മം നമ്മുടെ പൂർത്തിയായി എന്നാണ് അല്ലേ. ആ കർമ്മം നമ്മൾ ചെയ്ത് തീരുന്നവരെയും അല്ലെങ്കിൽ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിൽ പോലും നമുക്ക് സന്തോഷമുണ്ടാവും, സങ്കടമുണ്ടാവും, പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും അല്ലേ. ആർക്കും സന്തോഷം മാത്രമായിട്ട് ദൈവം കൊടുത്തിട്ടില്ല. എല്ലാവർക്കും എല്ലാം കലർന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഓരോരുത്തരും അനുഭവിക്കുന്നതിൻ്റെ ആ ഒരു സിവിയാരിറ്റി അല്ലെങ്കിൽ ആ ഒരു അല്ലേ, അത് വ്യത്യാസമുണ്ട്. നമ്മൾ ഏതൊരു പ്രതിസന്ധിയിലും എന്തൊക്കെ നമുക്ക് വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ദൈവത്തെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഓക്കെ. ഇപ്പോൾ വരാഹി അമ്മ എന്ന് പറയുന്നത് ഒന്ന് ജപിച്ച് നോക്കുമ്പോൾ അറിയാം നിങ്ങൾക്ക് ദേവിയുടെ ശക്തി എന്താണെന്ന്. എനിക്കൊരുപാട് അനുഭവങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോസിനകത്തും പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ശത്രുക്കളെ പോലും, നമ്മളിൽ വരുന്ന ശത്രുക്കളെ പോലും മാറ്റി നിർത്തി സ്വന്തം ഭക്തരെ സേഫാക്കി കൊണ്ടുപോകാൻ കഴിവുള്ള ദേവിയാണ് വാരാഹി അമ്മ. നമ്മുടെ സ്വന്തം അമ്മയാണ്. ആ രീതിയിലാണ് നമ്മുടെ ദേവി നമ്മൾ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അത്രയും വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കണം. മനമുരുകി ഒന്ന് വിളിച്ചു നോക്കിക്കേ, അമ്മ ഉറപ്പായിട്ടും നിങ്ങളുടെ കാര്യങ്ങൾ സാധിച്ചു തരും. അമ്മ പ്രസാദിക്കും, ഉറപ്പാണ്. അപ്പോൾ ഇന്നത്തെ മന്ത്രം ഏതാണെന്ന് പറയാം കേട്ടോ. എല്ലാവരും സന്തോഷമായിരിക്കണം എന്നാണ്. ആരും വിഷമിക്കാൻ പാടില്ല. എല്ലാവരും സന്തോഷമായിരിക്കണം. ദേവിയുടെ പ്രാർത്ഥന ഒന്ന് പ്രാർത്ഥിച്ച് നന്നായിട്ട് നല്ലൊരു രാത്രി ആവട്ടെ എല്ലാവർക്കും. വിഷമങ്ങളൊന്നും നമ്മൾ മനസ്സിൽ വെക്കാതെ നല്ല രീതിയിൽ ദേവിയെ പ്രാർത്ഥിച്ച് ഇന്നത്തെ ദിവസം അങ്ങനെ തന്നെ തീർക്കാൻ നോക്കുക. കാര്യം പ്രാർത്ഥനയിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ വന്നു ചേരും കേട്ടോ. അപ്പോൾ ഏതാ മന്ത്രം എന്നുള്ളത് പറയാം. ഓം ശത്രുനാശിന്യേ നമഃ. ഓം അഷ്ടഭുജായേ നമഃ. ഓം ശത്രുനാശിന്യേ നമഃ.
ഓം അഷ്ടഭുജായേ നമഃ. ഓം ശത്രുനാശിന്യേ നമഃ. ഓം അഷ്ടഭുജായേ നമഃ. ഓം ശത്രുനാശിന്യേ നമഃ. ഓം അഷ്ടഭുജായേ നമഃ. ഓം ശത്രുനാശിന്യേ നമഃ. ഓം അഷ്ടഭുജായേ നമഃ. ഓം ശത്രുനാശിന്യേ നമഃ. ഓം അഷ്ടഭുജായേ നമഃ. ഓം ശത്രുനാശിന്യേ നമഃ. ഓം അഷ്ടഭുജായേ നമഃ. ഓം ശത്രുനാശിന്യേ നമഃ. ഓം അഷ്ടഭുജായേ നമഃ. ഓം ശത്രുനാശിന്യേ നമഃ. ഓം അഷ്ടഭുജായേ നമഃ. ഓം ശത്രുനാശിന്യേ നമഃ. ഓം അഷ്ടഭുജായേ നമഃ. ഓം ശത്രുനാശിന്യേ നമഃ. ഓം അഷ്ടഭുജായേ നമഃ. ഓം ശത്രുനാശിന്യേ നമഃ. ഓം അഷ്ടഭുജായേ നമഃ. ഓം ശത്രുനാശിന്യേ നമഃ. ഓം അഷ്ടഭുജായേ നമഃ. ഓം ശത്രുനാശിന്യേ നമഃ. ഓം അഷ്ടഭുജായേ നമഃ. ഓം ശത്രുനാശിന്യേ നമഃ. ഓം അഷ്ടഭുജായേ നമഃ. ഓം ശത്രുനാശിന്യേ നമഃ. ഓം അഷ്ടഭുജായേ നമഃ. ഓം ശത്രുനാശിന്യേ നമഃ. ഓം അഷ്ടഭുജായേ നമഃ. ഓം ശത്രുനാശിന്യേ നമഃ. ഓം അഷ്ടഭുജായേ നമഃ. ഓം ശത്രുനാശിന്യേ നമഃ. ഓം അഷ്ടഭുജായേ നമഃ. ഓം ശത്രുനാശിന്യേ നമഃ. ഓം അഷ്ടഭുജായേ നമഃ. ഓം ശത്രുനാശിന്യേ നമഃ. ഓം അഷ്ടഭുജായേ നമഃ. ഓം ശത്രുനാശിന്യേ നമഃ. ഓം അഷ്ടഭുജായേ നമഃ. ഓം ശത്രുനാശിന്യേ നമഃ. ഓം അഷ്ടഭുജായേ നമഃ. ഓം ശത്രുനാശിന്യേ നമഃ. ഓം അഷ്ടഭുജായേ നമഃ. ഓം ശത്രുനാശിന്യേ നമഃ. ഓം അഷ്ടഭുജായേ നമഃ. ഓം ശത്രുനാശിന്യേ നമഃ. ഓം അഷ്ടഭുജായേ നമഃ. ഓം ശത്രുനാശിന്യേ നമഃ. ഓം അഷ്ടഭുജായേ നമഃ. ഓം ശത്രുനാശിന്യേ നമഃ. ഓം അഷ്ടഭുജായേ നമഃ. ഓം ശത്രുനാശിന്യേ നമഃ. ഓം അഷ്ടഭുജായേ നമഃ. ഓം ശത്രുനാശിന്യേ നമഃ. ഓം അഷ്ടഭുജായേ നമഃ. ഓം ശത്രുനാശിന്യേ നമഃ. ഓം അഷ്ടഭുജായേ നമഃ. ഓം ശത്രുനാശിന്യേ നമഃ. ഓം അഷ്ടഭുജായേ നമഃ. ഓം ശത്രുനാശിന്യേ നമഃ. ഓം അഷ്ടഭുജായേ നമഃ. ഓം ശത്രുനാശിന്യേ നമഃ. ഓം അഷ്ടഭുജായേ നമഃ. ഓം ശത്രുനാശിന്യേ നമഃ. ഓം അഷ്ടഭുജായേ നമഃ. ഓം ശത്രുനാശിന്യേ നമഃ. ഓം അഷ്ടഭുജായേ നമഃ. ഓം ശത്രുനാശിന്യേ നമഃ. ഓം അഷ്ടഭുജായേ നമഃ. ഓം ശത്രുനാശിന്യേ നമഃ. ഓം അഷ്ടഭുജായേ നമഃ. ഓം ശത്രുനാശിന്യേ നമഃ. ഓം അഷ്ടഭുജായേ നമഃ. ഓം ശത്രുനാശിന്യേ നമഃ. ഓം അഷ്ടഭുജായേ നമഃ. ഓം ശത്രുനാശിന്യേ നമഃ. ഓം അഷ്ടഭുജായേ നമഃ. ഓം ശത്രുനാശിന്യേ നമഃ. ഓം അഷ്ടഭുജായേ നമഃ. ഓം ശത്രുനാശിന്യേ നമഃ. ഓം അഷ്ടഭുജായേ നമഃ.